നന്ദു, ഇന്ന് മുതൽ നമുക്ക് സ്കൂൾ കൂട്ടുകയാണ്. ഇനി ഇപ്പോഴാ കാണാം, 2 മാസം കഴിയും. എനിക്ക് ആരുമില്ല കളിക്കാൻ, വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം. അച്ഛൻ ജോലിക്ക് പോവും, അമ്മയും പോവും, പിന്നെ ഞാൻ തനിച്ച. അമ്മു, നീയും എന്നെ പോലെ തനിച്ചാണോ? അല്ല നന്ദു, എനിക്ക് മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അച്ഛനും അമ്മയും ചേച്ചിയും അപ്പുറത്തെ വീട്ടിലെ അപ്പച്ചേട്ടനും കുറേ ആൾക്കാരുണ്ട്. എന്റെ മുത്തശ്ശൻ എനിക്ക് കഥ പറഞ്ഞു തരും, കുറേ കഥ പറഞ്ഞു തരും. എനിക്കിഷ്ടം, ഞാൻ കഥ കേട്ടാ ഉറങ്ങാറ്. എന്നാലമ്മു, ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ? എന്നാലേ എനിക്ക് നിന്റെ മുത്തശ്ശനെ കിട്ടും, മുത്തശ്ശിയെ കിട്ടും, എല്ലാ ദിവസവും എനിക്ക് കഥ കേട്ട് ഉറങ്ങാം. അത് നല്ല ഐഡിയ. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. അയ്യോ, എന്ത് പ്രശ്നം? നല്ലതല്ലേ, എനിക്ക് നിന്റെ വീട്ടിലും വരാം, നിനക്ക് എന്റെ വീട്ടിലും വരാം. ഞങ്ങളുടെ ബന്ധുക്കളെ മാത്രമേ ഞങ്ങൾ കല്യാണം കഴിക്കൂ. നീ കാണുന്നില്ലേ, എന്റെ മുത്തശ്ശൻ എന്റെ മുത്തശ്ശിയെ കല്യാണം കഴിച്ചു, എന്റെ അച്ഛൻ എന്റെ അമ്മയെ കല്യാണം കഴിച്ചു, എന്റെ ആന്റി എന്റെ അങ്കിളിനെ കല്യാണം കഴിച്ചു. അങ്ങനെയല്ലേ? അപ്പൊ ഞാൻ എങ്ങനെയാ പുറത്തു പോയിട്ടൊരു വിവാഹം കഴിക്കുന്നത്? അത് ശരിയാ. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? അമ്മ, എന്നാൽ കുറച്ച് ദിവസം നീ എന്റെ വീട്ടിൽ വന്ന് നിൽക്കുമോ? അയ്യോ നന്ദു, അത് ഒരിക്കലും പറ്റില്ല. നീ എന്തൊക്കെയാ ചോദിക്കുന്നത്? എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഇല്ലേ, അവരെ കാണാതെ എനിക്ക് ഉറക്കം വരില്ല. എനിക്ക് അവര് വേണം എപ്പോഴും. കഥ പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശന്റെ അടുത്ത് നിന്ന് ഞാൻ മാറി അച്ഛൻ്റെ അമ്മയെ നടുവിൽ പോയി കിടക്കും. അതാ എന്റെ ശീലം. അവരില്ലാതെ എനിക്ക് നടക്കില്ല നന്ദു. മാളു, നിന്നെ ഇന്ന് കൂട്ടാൻ ആരാ വരുന്നത്? മുത്തശ്ശൻ. അപ്പോൾ നിന്നെ കൂട്ടാൻ മുത്തശ്ശനെ വരൂ, എന്നെ ഇന്ന് ഡാഡിയെ കൂട്ടാൻ വരിക. അയ്യോ, എനിക്ക് മുത്തശ്ശൻ വരുന്നതാ ഇഷ്ടം. ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മുത്തശ്ശൻ കുറേ കടങ്കഥകൾ പറഞ്ഞു തരും എനിക്ക്. അപ്പോൾ ഇനി കടങ്കഥകൾ കേൾക്കാറുണ്ടോ? എന്ത് രസമാണെന്നോ. അത് കുറേ കടങ്കഥകൾ മുത്തശ്ശി എന്നോട് ചോദിക്കും, ഞാൻ അതിന് ഉത്തരം വരും. വേറെ മണ്ടത്തരം. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചിരിച്ച് 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 അങ്ങനെ വീട്ടിൽ. അമ്മ, ഇതാ നിന്റെ മുത്തശ്ശൻ വന്നു. എവിടെ വന്നോ നന്ദു? ഞാൻ പോകട്ടെ, നമുക്ക് എന്നാ വേനൽ അവധി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. ബൈ മാളു. മുത്തശ്ശ. എന്നാ പോവാൻ കുട്ടിയെ, എത്ര സമയമായി മുത്തശ്ശ കാത്തു നിൽക്കുന്നു? ഞാനും കുറേ സമയം മുത്തശ്ശനെ കാത്തു നിൽക്കുന്നു. ഇനി ഇങ്ങോട്ട് വേണ്ടല്ലോ, വേനൽ അവധി കഴിഞ്ഞിട്ട് വന്നാൽ മതി. നമുക്ക് വീട്ടിൽ നിന്ന് കഥ പറഞ്ഞ് കളിക്കാം. ഞാനും അത് തന്നെയാ വിചാരിക്കുന്നത്. എന്റെ കുട്ടിയെ എനിക്ക് കുറേ ദിവസം കളിക്കാൻ കിട്ടിയല്ലോ. എന്നാ പോവാ മുത്തശ്ശ. വേഗം മുത്തശ്ശൻ പിടിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പിടിച്ചോളാം. അല്ല മുത്തശ്ശ, ഈ ബേഗ് ഞാനങ്ങ് ചാടിക്കാഞ്ഞാലോ? ഇനി നമുക്ക് എന്തിനാ? അപ്പൊ എന്റെ കുട്ടിക്ക് പഠിക്കോ എന്നും വേണ്ട. ഞാൻ മുത്തശ്ശനെ പറ്റിച്ചോളേ. അതെനിക്കറിയാലോ എന്റെ സുന്ദരി കുട്ടിയെ മുത്തശ്ശനെ പറ്റിച്ചാണ്. മുത്തശ്ശ, നമുക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കാം. എന്തിനാ കുട്ടിയെ? അമ്മ ചേച്ചിയൊക്കെ എത്തിയിട്ടുണ്ടാവും. നമുക്ക് വേഗം പോവാം, മഴ വരുന്നുണ്ട്. എന്നാ ശരി. പതുക്കെ നടക്കണം, വീഴും. രക്ഷപ്പെട്ടു, വീട്ടിലെത്താണ്. മുത്തശ്ശന് തീരെ സ്പീഡില്ല, അല്ലെ നമ്മൾ നേരത്തെ എത്തിയത്. എന്റെ സുന്ദരി കുട്ടിയെ പോലെയാണോ മുത്തശ്ശൻ? മുത്തശ്ശന് നല്ല പ്രായമായില്ലേ, നടക്കാൻ അങ്ങനെ പറ്റുമോ? അമ്മേ, മുത്തശ്ശനും മോളും എത്തിയോ? അപ്പൊ സ്കൂളൊക്കെ പൂട്ടി, ഇനി ഈ വീട് അങ്ങ് മറിച്ചിടാം. ഇല്ലേ മാളു? ഈ അമ്മയ്ക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ പറയാൻ പറ്റും? ഇതിലും നന്നാക്കിയിട്ട് എങ്ങനെയാ ഞാൻ നിന്നെ കൊണ്ട് പറയുക? ആ, അതൊക്കെ പെടും. ഞാൻ പോയി ചായ എടുക്കാം. അച്ഛനെത്തി, ഞാൻ വേഗം പോയി ചായ എടുത്തിട്ട് വരാം. ശരി മോളെ. മുത്തശ്ശ, ഞാനൊരു കാര്യം
കാര്യം ചോദിക്കട്ടെ, ഈ കുട്ടിച്ചാത്തൻ മുത്തശ്ശനെ പോലെ പടി കൂട്ടി വയസ്സനാണോ? അങ്ങനെയൊന്നുമല്ല. കുട്ടിച്ചാത്തൻ വളരെ ചെറുതാ. ചെറുതെന്ന് വെച്ചാൽ ചെറുത്, നിന്നേക്കാൾ ചെറുത്. അങ്ങനെയാ കുട്ടിച്ചാത്തൻ ഉണ്ടാവുക. അല്ല, നിന്നോട് ഈ വയസ്സനാ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറഞ്ഞത് ആരാ? എന്റെ സ്കൂളിൽ ഇനി വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഒരാൾ വന്നു. എല്ലാരും പറയാ കുട്ടിച്ചാത്തനാ കുട്ടിച്ചാത്തനാണ്. എനിക്ക് പേടിയായി. അയ്യോ, എന്തിനാണ് ഈ കുട്ടിച്ചാത്തനെ പേടിക്കുന്നത്? കുട്ടിച്ചാത്തൻ നല്ലതാ, പേടിക്കൊന്നും വേണ്ട. മുത്തശ്ശന് പരിചയമുണ്ടോ കുട്ടിച്ചാത്തനെ? ആ ആ ആ. ആ, ഒരുപാട് കാലത്തെ പരിചയ ഞങ്ങൾ തമ്മിൽ. നിന്റെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടിയില്ല. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. കുട്ടിച്ചാത്തനെ വെറുതെ ഇടങ്ങാറാക്കണ്ട. കുട്ടിച്ചാത്തനെ എങ്ങനെയാ വിളിക്കാ? എനിക്കൊന്ന് കാണണല്ലോ. അത് മന്ത്രവാദത്തിലൂടെയാ. നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? അമ്മ വരാറായി. രണ്ടാളും കളിച്ചോ പോയിട്ട്. ഞാൻ പോയി കിടക്കട്ടെ. നീ വന്നോ മാളു? ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? മുത്തശ്ശൻ പറഞ്ഞു ചേച്ചി ഇപ്പം വരുകയുള്ളൂ. ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് സ്കൂൾ വിട്ടു. ഞാൻ അതുകൊണ്ട് ഉച്ചയ്ക്ക് എത്തി. അപ്പോൾ ഇപ്പം കളിക്കാൻ വരുന്നു പറഞ്ഞു. നമുക്ക് കളിക്കാൻ പോവാം. ഞാൻ റെഡി. ചേച്ചി ഒരു കാര്യം അറിയുമോ? എന്നോട് നന്ദു പറഞ്ഞതാ. നമ്മൾ ഗ്രീൻ കുട്ടിച്ചാത്താന്ന് ഒരു 4 തവണയോ 5 തവണയോ വിളിക്കുമ്പോഴേക്കും കുട്ടിച്ചാത്തൻ പ്രത്യക്ഷപ്പെടും. കുട്ടിച്ചാത്തനോ? നീ ഇന്ന് ഇതും കൊണ്ടാണോ വന്നത്? അല്ല ചേച്ചി, കുട്ടിച്ചാത്തൻ നല്ലതാണ്. എന്നോടിപ്പം മുത്തശ്ശനും പറഞ്ഞു. കുട്ടിച്ചാത്തനോട് നമ്മൾ എന്ത് ചോദിച്ചാലും തരും. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം തരും. അങ്ങനെ എന്ത് വേണമെങ്കിലും തരും. കുട്ടിച്ചാത്തൻ വലിയ വയസ്സായ മനുഷ്യനൊന്നുമല്ല, ചെറിയ ഒരു കുട്ടിച്ചാത്തന. എടി കുരുത്തം കെട്ടവളെ, നിനക്ക് ഞാനൊന്നും പറയുന്നില്ല. ഇനി കുട്ടിച്ചാത്തനെയും കൂടി അന്നീ വിളിച്ചു വരുത്തണ്ടു. നിനക്ക് തലക്ക് വല്ല സുഖവും ഇല്ലേ? ചേച്ചി ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. കുട്ടിച്ചാത്തൻ നല്ലൊരു ഫ്രണ്ടാ. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. വീടിച്ചാൽ വരുന്നത് കുട്ടിച്ചാത്തൻ. എന്നാ ഒരു കാര്യം ചെയ്യാം, അപ്പോൾ കൂടി വരട്ടെ, അവനോടും കൂടി ചോദിച്ച് നമുക്ക് ചെയ്യാം. അമ്മു അമ്മു മാളു വരുന്നില്ലേ കളിക്കാൻ? നമുക്ക് പോവാം. നീ എന്താ അപ്പോൾ ലേറ്റ് ആയത്? വൈകുന്നേരം 5:30 മണിയായി. ഇനി പെട്ടെന്ന് രാത്രിയാവും. ഇനി എപ്പോഴാ കളിക്കാൻ സമയം? എനിക്കിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണമായിരുന്നു, അതാ ലേറ്റ് ആയത്. അപ്പോൾ ഇന്ന് എന്താ കളിക്കുന്നത്? അപ്പൊ ചേട്ടാ, നമുക്ക് കുട്ടിച്ചാത്തനെ വിളിച്ചു വരുത്തിയാലോ? എന്തിനാ നമ്മൾ കുട്ടിച്ചാത്തനെ വിളിച്ചു വരുത്തുന്നത്? നീ തന്നെ ഒരു കുട്ടിച്ചാത്തിയല്ലേ? അതെന്താടാ കുട്ടിച്ചാത്തി? അത് സ്ത്രീലിംഗം പുല്ലിംഗം. തമാശയാക്കണ്ട, ഞാൻ എന്തായാലും വിളിച്ചു വരുത്തുന്നതാണ്. വൈകുന്നേരം ഒരു 6:30 മണിക്ക് തീയൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഒരു 4 പ്രാവശ്യം കുട്ടിച്ചാത്താന്ന് വിളിക്കും. 6:30 മണിക്കോ? എന്തിനാ തീ ഇടുന്നത്? ചേച്ചി സിനിമയിലൊക്കെ കാണാറില്ലേ, തീയൊക്കെ കൂട്ടിയിട്ട്? അങ്ങനെയല്ലേ താത്തന്മാരെയൊക്കെ വിളിക്കുക. എന്നാ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. വന്നാൽ നല്ലതാ, നമുക്ക് എന്ത് വേണമെങ്കിലും തരും. എന്നാ ഞാനൊക്കെയാ. ചേച്ചി എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? അവിടെ ഇരുന്നോ, ഇരുന്നിട്ടാ കുട്ടിച്ചാത്തനെ വിളിക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. നല്ലത് തന്നെയായിരിക്കും. വിശ്വാസമില്ലാത്തവർക്കൊക്കെ പോവാം. ഞാൻ എന്തായാലും ഇന്ന് വിളിച്ചു വരുത്തും. അങ്ങനെ നീ ഒറ്റയ്ക്ക് വിളിക്കണ്ട, ഞങ്ങളും കൂടെ വിളിക്കാം. എനിക്ക് കുട്ടിച്ചാത്തനെ ഭയങ്കര വിശ്വാസം. എന്നാൽ നമുക്കിവിടെ ഇരിക്കാം. അപ്പോൾ എന്തിനാ ഇരിക്കുന്നത്? അഥവാ വല്ല പേടിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് ഓടാമല്ലോ. ഇരുന്നാൽ പെട്ടെന്ന് ഓടാൻ കഴിയില്ലല്ലോ. എല്ലാരും എന്നെ കണ്ണടിച്ചോ? ആരാ പറയുന്നത്? ഞാൻ പറയാം. നീ തന്നെ പറഞ്ഞു. ആരുമില്ലല്ലോ.
അമ്മ ചേച്ചി എന്തിനാ കണ്ണ് തുറന്നത്? ഞാൻ പറയാതെ കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ കണ്ണ് തുറന്നതിനെന്താ? ഞാൻ മരുന്നുണ്ടോ നോക്കിയതല്ലേ. ആ ആ ആ നീ വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് കുട്ടിച്ചാത്തനുമില്ല ഒന്നുമില്ല. എന്തൊരു ശബ്ദം കേട്ടില്ലേ? ആരെയും കാണുന്നില്ലല്ലോ. ഓഹോ, നിങ്ങൾക്കെന്നെ കാണാൻ കഴിയുന്നില്ലല്ലേ? ആരാ അവിടെ കരയുന്നത്? പേടിക്കണ്ട, നിങ്ങളാരും പേടിക്കണ്ട. ഞാൻ എന്നും നിങ്ങളുടെ സുഹൃത്തായിരിക്കും. കേട്ടുവല്ലോ? പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ ആ ബോള് കണ്ടോ? ആ കണ്ടു. ഞാനും കണ്ടു. ഞാനും കണ്ടു. ഈ മാന്ത്രിക ബോൾ എന്നും നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. എന്താണെന്നാൽ ആരെങ്കിലും എന്നെ പൂട്ടിവെച്ചാൽ ഈ ബോൾ നിങ്ങൾ തീയിലിടണം. ആ നിമിഷം ഞാൻ സ്വതന്ത്രനാകും. എന്നാ ഇത് കൈവശം വെച്ചോളൂ. ദാ ഞാൻ വരുന്നു, ഞാൻ വരുന്നു. നിങ്ങളുടെ കൂട്ടുകാരനായി ഞാനിതാ വരുന്നു.